ഇതുപോലെ ഒരു വൈകുന്നേരം കേരളമാകെ നമ്മൾ ഇന്ന് കണ്ട 25 മനുഷ്യർ മലയാളികൾ മാത്രമല്ല അതല്ലാത്ത കൊല്ലപ്പെട്ട ബാക്കിയുള്ളവരും നമ്മുടെ വേദനയാണ്. അത്ര ഹൃദയഭേദകമായ ഒരു കാഴ്ച കണ്ട ഈ വൈകുന്നേരം ഇത്തരമൊരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. യഥാർത്ഥത്തിൽ ഇവരിപ്പോൾ പറയുന്ന ഒരു സാങ്കേതിക ന്യായം ഞങ്ങൾ രാഷ്ട്രീയമായി കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയുടെ രാഷ്ട്രീയത്തോട്, അവരുടെ പാർട്ടിയുടെ രാഷ്ട്രീയത്തോട്, കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയത്തോട് നിശിതമായ വിമർശനങ്ങൾ ഉള്ളവരാണ്. ഇന്നലകളിൽ അത് ഉന്നയിച്ചിട്ടുണ്ട്, നാളെയും ഉന്നയിക്കും. പക്ഷേ ഇന്നത്തെ ദിവസത്തെ വൈകുന്നേരം നമ്മൾ ആ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് മനുഷ്യർ എന്ന് ചിന്തിക്കുമ്പോൾ ഇന്നലെ ആ വീണ ജോർജിനെ പോകാൻ അനുവദിച്ചിരുന്നുവെങ്കിൽ ശരിയാണ്. ഇപ്പോൾ ആർക്കും ആക്ഷേപമില്ലാത്ത വണ്ണം ആ ദുരന്തം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ ആ ദാരുണമായി മരിച്ചവരുടെ ഭൗതിക ശരീരം നമ്മൾ കേരളത്തിൽ എത്തിച്ചു കഴിഞ്ഞു. പക്ഷേ മാധു തന്നെ സൂചിപ്പിച്ചതുപോലെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുണ്ട്. അവരുടെയൊക്കെ കാര്യത്തിൽ ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാർ ഇടപെടുന്നതിനെ സഹായിക്കുന്ന രൂപത്തിൽ ഒരു സപ്പോർട്ടീവായ ഒരു റോൾ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിക്ക്, കേരള ഗവൺമെൻറ്റിന്, കേരളീയ സമൂഹത്തിന് പ്രതിനിധി എന്ന നിലയ്ക്ക് വീണ ജോർജിന് അവിടെ വഹിക്കാൻ കഴിയുമായിരുന്നതിൽ ഇന്നുവെങ്കിൽ അവരെ തടയേണ്ടത് എന്തിന് എന്ന ചോദ്യം, അത് തടഞ്ഞവർ ഉത്തരം നൽകേണ്ട ചോദ്യമാണ്. പോയാൽ കേരളത്തിന് എന്ത് നഷ്ടം, രാജ്യത്തിന് എന്ത് നഷ്ടം, അതുകൊണ്ടുള്ള കുഴപ്പമെന്ത്? ആ പൊളിറ്റിക്കൽ ക്ലിയറൻസ് നിഷേധിക്കുന്നതിലൂടെ അത് നിഷേധിച്ചവർ, രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചത് എന്താണ് എന്ന് വ്യക്തമാക്കേണ്ടത് അവർ തന്നെയാണ്. പക്ഷെ അതിനെ ചുറ്റിപ്പറ്റി ഒരു വലിയ ചർച്ചയിലേക്ക് ഈ വൈകുന്നേരം നമുക്ക് പോവാൻ കഴിയില്ല. കാരണം അതിൻ്റെ രാഷ്ട്രീയമായ വാഗ്വാദങ്ങളൊക്കെ ഭാവിയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരോട് ചെയ്യാൻ കഴിയുന്ന പ്രാഥമികമായ ദൗത്യം ഇന്ന് നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റിയിരിക്കുന്നു. ഏറ്റവും ആദരവോടെ ആ ഭൗതിക ശരീരങ്ങളൊക്കെ അവരവരുടെ മതവിശ്വാസ പ്രകാരം സംസ്കരിക്കുന്ന ചടങ്ങ് നടന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ നമ്മുടെ യഥാർത്ഥ ജോലി ഇനി ആരംഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു അതിവൈകാരികതയുടെ പൊള്ളവാക്കല്ല, യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൻ്റെ മർമ്മത്തിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള, മാധു തന്നെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഭാവിയിൽ നമുക്ക് ചെയ്യേണ്ടി വരാത്ത രൂപത്തിൽ ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ജാഗ്രത. ഒരു വിദേശ രാജ്യത്താണ് ഈ സംഭവം നടക്കുന്നത്. ശരിയാണ്, അത് നമുക്ക് ആ ചോദ്യം അങ്ങനെ തന്നെ കൊടുക്കുകയും ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ ശ്രീ ഷിബു മീരാൻ. അതായത് നമ്മൾ എല്ലാ ഘട്ടത്തിലും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യം തന്നെയാണ് ഇനി ഒരിക്കൽ ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ എന്ന്. പക്ഷേ ആ സാഹചര്യങ്ങളോട് നമ്മൾ എത്രത്തോളം നീതി പുലർത്താറുണ്ട് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. പിന്നീട് ഒരിക്കൽ നമ്മൾ ആ വിഷയത്തെപ്പറ്റി ആധികാരികമായി ചർച്ച ചെയ്യാറുണ്ടോ? പിന്നീട് ഒരിക്കൽ നമ്മൾ ആ വിഷയത്തിൽ അന്ന് എന്താണ് പിഴച്ചു പോയത് എന്ന് പഠിക്കാറുണ്ടോ എന്നതൊരു ചോദ്യമാണ്. ഇന്നിപ്പോൾ ഇങ്ങനെയൊരു സംഭവിച്ചു, അതൊരു ആക്സിഡൻറ്റ് എന്ന രീതിയിൽ നമ്മൾ കരുതുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പ്രവാസികൾക്ക് അവിടെ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, നമ്മളുടെ ഈ പ്രവാസി നിയമങ്ങൾ എത്രത്തോളം ശക്തമാണ്, അല്ലെങ്കിൽ നമ്മുടെ തൊഴിലാളികൾ അവിടെ പോയി നിൽക്കുമ്പോൾ അവരുടെ സുരക്ഷ, അവരുടെ ജീവിത സാഹചര്യങ്ങൾ എന്നതൊക്കെ സംബന്ധിച്ച് ചിലപ്പോൾ പേഴ്സണലായ തിരഞ്ഞെടുപ്പാണെങ്കിൽ പോലും UN പോലും പറഞ്ഞിട്ടുണ്ട് ആളുകളുടെ അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നത് മെച്ചപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി. അതൊക്കെ ഉറപ്പ് നൽകാൻ നമ്മുടെ നിയമം എത്രത്തോളം ശക്തമാണ്? തീർച്ചയായും മാധു ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാനത് ആ വിഷയത്തെ നമ്മൾ വളരെ സൂക്ഷ്മതയോടെയും അവധാനതയോടെയും സമീപിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾ അവിടെ കാര്യങ്ങൾ ആകെ കുഴപ്പത്തിലാണ് എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയും. ഈ സവിശേഷമായ വിഷയം തന്നെ ഞാൻ ഇന്ന് അന്വേഷിച്ചപ്പോൾ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രവാസി സുഹൃത്ത് പറഞ്ഞത് കൃത്യമാണ്. അവിടെ വാച്ചർ, അദ്ദേഹത്തിൻ്റെ പേര് ഹാരിസ് എന്നോ മറ്റോ, അവിടെ നിന്നാണ് ഈ തീ ആളുന്നത്. പിന്നീട് അവിടെ നടക്കുന്നത് ഈ വിഷപ്പുക, ഇത് കത്തി ഉണ്ടാകുന്ന വിഷപ്പുക ശ്വസിച്ചിട്ട് ഈ പലരും ഗാഠനിദ്രയിലായിരുന്ന മനുഷ്യർ അബോധാവസ്ഥയിൽ പോയി അവർ മരണപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മാധുവും ഈ ചർച്ചയിൽ സൂചിപ്പിച്ചു, കുവൈറ്റ് ആയാലും അറബ് രാജ്യങ്ങളായാലും വളരെ പുരോഗമനപരമായ തൊഴിൽ നിയമങ്ങൾ അവർ പിന്തുടരുന്നവരുമാണ്. അവർ ആ നിലയ്ക്ക് നമുക്ക് ആക്ഷേപിക്കാൻ കഴിയില്ല. പക്ഷേ എല്ലാ നിയമങ്ങളും നടപ്പാക്കപ്പെടുന്നതിൽ അതത് രാജ്യങ്ങളിലുള്ള പോരായ്മ ഏതെങ്കിലും നിലക്ക് വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ, നമ്മുടെ പ്രവാസികൾ ഏതെങ്കിലും നിലക്ക് ചൂഷണത്തിനിരയാവുന്നുണ്ടോ, ഇത് പരിശോധിച്ച് അതില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം തീർച്ചയായും നമ്മുടെ ഗവൺമെന്റിനാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിയമങ്ങൾ നമുക്ക് അവിടെ നടപ്പാക്കാൻ കഴിയില്ല. അവിടുത്തെ നിയമങ്ങൾ കർശനമായി നടപ്പാക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിൽ പോലും നമുക്ക് പരിമിതിയുണ്ട്. കാരണം ഇതൊക്കെ പരമാധികാര രാജ്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതിനകത്ത് നിന്നുകൊണ്ട് നമ്മളിപ്പോൾ ഈ പ്രവാസി ക്ഷേമത്തിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ഏജൻസികളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവരിവിടെ നിന്ന് ജോലിക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ തന്നെ ഇവരുടെ സുരക്ഷ, ഇത്തരത്തിലുള്ള ഇവർ താമസിക്കുന്ന ഇവരുടെ ലേബർ ക്യാമ്പുകളിലെ ഇവരുടെ താമസ സ്ഥലങ്ങളിലെ അത്യാവശ്യം സൗകര്യങ്ങളെ സംബന്ധിച്ച്
സംബന്ധിച്ചൊക്കെ ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രവാസി സുഹൃത്തുക്കളിൽ നിന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഫിലിപ്പൈൻസ് പോലുള്ള രാജ്യങ്ങളൊക്കെ അതിൽ വളരെ കർക്കശമായ ജാഗ്രത പുലർത്തിപ്പോരുന്നവരാണ്. ഇപ്പോഴത്തെ സവിശേഷമായ സന്ദർഭത്തിൽ ഈ കമ്പനിയെ ഒന്നും ഈ ഘട്ടത്തിൽ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറില്ല. പ്രാഥമികമായ ചില വീഴ്ചകളൊക്കെ ഉണ്ട് എന്ന് അവിടുത്തെ അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ ഒരു മുതലാളി തൊഴിലാളി തർക്കം പോലെ നമ്മൾ ഈ വിഷയത്തെ സമീപിക്കരുത്. കാരണം അവിടെ ചെറിയ കച്ചവടം നടത്തുന്നവർ, ചെറിയ രൂപത്തിൽ നിക്ഷേപം നടത്തുന്നവരും നമ്മുടെ പ്രവാസികളാണ്. അതുകൊണ്ട് ഈ പ്രവാസികൾക്കിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുക എന്നതിനപ്പുറത്തേക്കാൾ പ്രവാസി രൂപത്തെ അതിൻ്റെ സമഗ്രതയിൽ കണ്ടുകൊണ്ട് അതിനകത്ത് ചെറുകിടക്കാരുണ്ട്, വൻകിട വ്യവസായങ്ങൾ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ പ്രവാസി സമൂഹത്തെ ഒന്നായി തന്നെ കണ്ടുകൊണ്ട് നമുക്ക് ഒരു സമഗ്രമായ വളരെ ഒരു ഉപരിതലമായ ഒരു എലിവേറ്റഡ് ആയ കാഴ്ചപ്പാടോടുകൂടി ഈ വിഷയം പരിഹരിക്കാൻ കഴിയണം. നമ്മൾ ഈ ബെന്യാമിൻ്റെ നോവലൊക്കെ വായിച്ചവരാണ്. പ്രവാസി സമൂഹത്തിൻ്റെ പ്രയാസം അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു കേവലമായ അതിവൈകാരികതയായിട്ടല്ല കൊണ്ടു നടക്കേണ്ടത്. ഇനിയെങ്കിലും ഈ വിഷയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഇത് നമുക്കൊരു നിമിത്തമാകണം. മാധു വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. നമ്മൾ അതുകൊണ്ടാണ് ഞാൻ ഈ അതിവൈകാരികത എന്ന വാക്കുപി ഈ ദിവസം വൈകുന്നേരം ആ ഭൗതിക ശരീരങ്ങൾ കണ്ട് കുടുംബങ്ങളുടെ കണ്ണീർ കണ്ട് നമ്മൾ ഈ വൈകുന്നേരം ഇത് ചർച്ച ചെയ്യും. നാളെ നമ്മൾ പുതിയ അജണ്ടകളിലേക്ക് പുതിയ ചർച്ചകളിലേക്ക് പോകും. പലപ്പോഴും നമ്മൾ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തും. അതൊക്കെ പ്രവാസികളുടെ വോട്ട് പിടിക്കാനുള്ള PR പ്രഖ്യാപനങ്ങളായി അവസാനിക്കലാണ് നമ്മുടെ നാട്ടിൽ പതിവ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് വളരെ ആഴത്തിൽ ഇറങ്ങി നമ്മൾ പരിശോധിക്കണം. ഇവർ അവിടെ താമസിക്കുന്ന സ്ഥലം, ഇവരുടെ തൊഴിൽ സുരക്ഷിതത്വം, ഒരു ഘട്ടത്തിൽ ഇവരൊക്കെ നാട്ടിലേക്ക് മടങ്ങേണ്ടവരാണല്ലോ. ഇവിടുത്തെ ജീവിത പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും തുരത്തി ഓടിച്ച മനുഷ്യരാണവർ. അവർ തിരിച്ചു വന്നൊരു ഘട്ടത്തിൽ എല്ലായിടത്തും ഒരു പെൻഷൻ പ്രായമുണ്ട്, വിശ്രമകാലമുണ്ട്. ആ സമയത്ത് അവർക്ക് തിരിച്ച് കേരളത്തിലെത്തിയാൽ അവരുടെ സമ്പാദ്യം ആരെയും ഭയക്കാതെ, ഒരു മുനിസിപ്പാലിറ്റിയെയും ഒരു പഞ്ചായത്തിനെയും ഒരു ട്രേഡ് യൂണിയനെയും ഭയക്കാതെ നിക്ഷേപിക്കാൻ കഴിയുന്ന, അന്തസ്സോടെ ജീവിക്കാൻ കഴിയുന്ന, ഇവിടെ നിന്നവർ പോയാൽ തിരിച്ചെത്തി അവർ വളരെ സുരക്ഷിതമായ ഒരു വിശ്രമ ജീവിതം നയിക്കുന്നത് വരെ ജാഗ്രതയോടെ ആ മനുഷ്യരുടെ കൂടെ നിൽക്കേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ട്, സംസ്ഥാന സർക്കാരിനുണ്ട്, ഇവിടുത്തെ പ്രതിപക്ഷത്തിനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ആ ഉത്തരവാദിത്വം ഗൗരവത്തോടെ ഏറ്റെടുക്കാൻ ഇത്രയും മനുഷ്യരുടെ ആ ഭൗതിക ശരീരത്തിൻ്റെ സങ്കടകരമായ കാഴ്ച, ആ മനുഷ്യരുടെ അവരുടെ ബന്ധുക്കളുടെ ഹൃദയഭേദകമായ നിലവിളി, അത് നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് ആഗ്രഹിക്കാനാണ് ഈ നിമിഷം എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് രാഷ്ട്രീയ ചോദ്യങ്ങളുടെ ആഴങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ നമ്മൾ പോവാത്തതും. ശരി, ശ്രീ ഷിബു.